ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ പാർട്ട് 2 ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പം നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇതേപോലത്തെ ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ലുക്ക് തന്നെ ടോട്ടലി ഒന്ന് ചേഞ്ച് ആവും. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വേദനയോ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ കാണുമ്പം ഇവർക്ക് ഭയങ്കരമായ സന്തോഷമായിരിക്കും. അതായത് ദ്രോഹിച്ച് വേദനിപ്പിച്ചിട്ട് ആ കണ്ണീരിൽ ആനന്ദം കാണുന്നതാണ് ഇവരുടെ മെയിൻ ഹോബി. അടുത്തത് ലാക്ക് ഓഫ് എംപതി, അതായത് സ്വയം താൻ എപ്പോഴും തികഞ്ഞതാണ്, ഞാനാണ് ശ്രേഷ്ഠൻ, ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ് അല്ലെങ്കിൽ തികഞ്ഞവളാണ് എന്നതും അതോടൊപ്പം തന്നെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർ എല്ലാം എപ്പോഴും ഇവരെ പുകഴ്ത്തണം എന്നതും ഇവർക്കൊരു വാശിയായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അസൂയ, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ആരുടെയും വിജയവും സന്തോഷവും കണ്ടാൽ ഇവർക്ക് ഉൾക്കൊള്ളാൻ ഒട്ടും കഴിയില്ല. ഇനി ഇവരുടെ ഒരു മെയിൻ സ്വഭാവം എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ, സ്വന്തം ആവശ്യം നേടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുകയും വേദനിപ്പിക്കുകയും ചെയ്യും. ഇത് കാരണം അനുഭവിക്കുന്നവർക്ക്, അതായത് ഇര എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ആൾക്ക് മാനസികമായ വലിയ തളർച്ചയും അതോടൊപ്പം തന്നെ ഏകാന്തതയൊക്കെ അനുഭവപ്പെട്ടെന്ന് വരാം. ഇത് മാത്രമല്ല, നിരന്തരമായ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും കാരണം എതിരെ നിൽക്കുന്ന ഇരയ്ക്ക് അല്ലെങ്കിൽ വിക്ടിമിന് സ്വന്തം കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത്. അതായത് താൻ ഒന്നിനും കൊള്ളില്ലാന്ന്. ആക്ച്വലി ആ എതിരെ നിൽക്കുന്ന ആള് അത്യാവശ്യം ഫിനാൻഷ്യലി അല്ലെങ്കിൽ നല്ലൊരു സ്മാർട്ടായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്വയം പുകഴ്ത്തി മറ്റുള്ളവരെ ഇകഴ്ത്തുക എന്നതാണ്. ഇതുപോലെയുള്ള അബ്യൂസസ് ഒക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമാക്കി തള്ളിക്കളയരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടം കൊണ്ടൊന്നും ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ തീരുന്നില്ല, നാർസിസ്റ്റിൻ്റെ ഉപദ്രവവും തീരുന്നില്ല. അടുത്ത വീഡിയോയിൽ ഇവരുടെ വേറെ കുറച്ച് കാര്യങ്ങളും ഉപദ്രവങ്ങളും ഡിസ്കസ് ചെയ്യാം.